ഹലോ ഗൈസ്, അപ്പോഴത്തേക്ക് നമ്മുടെ ഹൗസ് ക്ലീനിങ് വീഡിയോ ഫസ്റ്റ് ഹൗസ് ക്ലീനിങ് വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്തോ ഫിഷ് ക്ലീനിങ് വീഡിയോ ആണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം മൂന്നാമത്തെ വീഡിയോയിലോട്ട് കടന്നേക്കുവാണ്. എന്തുവാണ് നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം എന്താണ് ഡ്രസ്സ് വാഷ് ചെയ്യുന്ന തുണി അലക്കുന്ന വീഡിയോ ആണ്. അപ്പം ഞാൻ ആണെങ്കിൽ വാഷിംഗ് മെഷീനിലാണ് എല്ലാം കഴുകുന്നത്. പിന്നെ ഈ നല്ല വെള്ള ഡ്രസ്സ് പിന്നെ കളർ ഇളകുന്ന ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടത്തില്ല. അപ്പം അപ്പോൾ സാധാരണ ഞാൻ വാഷിംഗ് മെഷീനിലാണ് മിക്കതും കഴുകുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുക. അപ്പോൾ പുറത്ത് ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു സൗകര്യവും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇല്ല. അപ്പോൾ പുറത്തിറങ്ങി നിന്ന് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഇല്ല. ഞാൻ പുറത്തിറങ്ങിപ്പോയി അങ്ങനെ നിന്ന് തുണി കഴുകാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾ എല്ലാവരും ഏറ്റവും കൂടുതലും ആൾക്കാർ ആവശ്യപ്പെട്ടതാണ് ഡ്രസ്സ് വാഷ് ചെയ്യുന്നത്, തുണി അലക്കുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ചെറിയ രീതിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ട് നിങ്ങൾ ഇത്രയും ഞാൻ ലൈവിൽ വരുമ്പോഴും ഷോർട്സിൽ കൂടെയും എപ്പോഴും ഡ്രസ് വാഷിംഗ് വീഡിയോ ചോദിക്കാറുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഇന്നലെ ഇട്ട ടീഷർട്ടില്ലേ, അപ്പോൾ അതിൽ കുറച്ച് ലിപ്സ്റ്റിക്ക് പറ്റി. അപ്പോഴത്തേക്ക് നല്ല വൈറ്റ് ടീഷർട്ടല്ലേ, അപ്പോഴത്തേക്ക് അതിൻ്റെ അഴുക്ക് കാരണം വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ അതിൽ കറ ഇരുന്ന് കഴിഞ്ഞ് അഴുക്കിരുന്ന് കഴിഞ്ഞ് ഒട്ടും ഭംഗി കാണത്തില്ല. അത് കാരണം നമുക്ക് ഞാനാണെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന നമ്മുടെ തുണി കഴുകുന്ന ലിക്വിഡ് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു ബേസിനിൽ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നല്ല പോലെ പതപ്പിച്ചിട്ട് നമ്മൾ ഈ 3 ടീഷർട്ടും നമ്മളെന്താ അതിൽ നല്ലോണം മുക്കി ഒരു 10-15 മിനിറ്റോളം മുക്കി വെച്ചിട്ട് അപ്പോഴത്തേക്കല്ലേ അതിൻ്റെ കറ ഇളകത്തുള്ളൂ. അപ്പം നമുക്ക് കല്ലേലൊന്നും ഇട്ട് ഉരച്ച് നമുക്ക് കഴുകിയ കല്ലേട്ടൊക്കെ ഉരച്ച ആ ടീഷർട്ടിൻ്റെ നൂലൊക്കെ വലിയും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് പന്നലായി പോവും. അപ്പോഴത്തേക്ക് നമ്മൾ ഹാൻഡ് വാഷാണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ നല്ല സോഫ്റ്റ് തുണിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാടിട്ട് ഉരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നൂലൊക്കെ വലിഞ്ഞ് അത് പെട്ടെന്ന് പഴയതായി പോവും. അപ്പോഴത്തേക്ക് ഞാൻ നല്ല കെയർ കൊടുത്ത് അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ അലക്കും നടക്കും വീഡിയോയും നിങ്ങൾക്ക് വീഡിയോ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സാധാരണ ഞാൻ പെട്ടെന്ന് അങ്ങ് കഴുകിയെടുക്കത്തേ ഉള്ളൂ വാഷിംഗ് മെഷീനിൽ, അല്ലെങ്കിൽ മിക്കതും വാഷിംഗ് മെഷീനിലിട്ട് അങ്ങ് കഴുകിയെടുക്കത്തേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ അഴുക്കൊക്കെ ഞാൻ നല്ല പോലെ ഒലച്ച് നമ്മൾ ആ ലിക്വിഡിൽ നല്ല പോലെ പതപ്പിച്ച് ഒരു 10-15 മിനിറ്റോളം ഞാൻ മുക്കി വെച്ചതാണ്. എന്നിട്ട് ഇതാണ്ട് ഇപ്പോൾ എടുത്ത് നോക്കി, അപ്പോഴത്തേക്ക് കണ്ടോ നമ്മുടെ ടീഷർട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് അഴുക്കെല്ലാം പോയി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടി. അപ്പം റീൽസ് ചെയ്യാനായിട്ട് ഇന്നലെ ഇട്ടപ്പോഴത്തേക്കും ഞാൻ ആ ടീഷർട്ടിന് ലിപ്സ്റ്റിക്കൊക്കെ പറ്റിയായിരുന്നു. ലിപ്സ്റ്റിക്കും കുറച്ച് അഴുക്കൊക്കെ പറ്റിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ സോപ്പ് പൊടിയിലും നമ്മുടെ ലിക്വിഡിൽ മുക്കി വെച്ചിട്ട് നല്ല പോലെ കൈകൊണ്ട് ഒലച്ചൊലച്ച് കഴുകി എടുക്കുവാണേ. അപ്പോഴത്തേക്ക് നമ്മൾ അഴുക്ക് ഒക്കെ അപ്പോൾ നല്ലോണം പോയി കിട്ടിയേ. ഇനി നമ്മൾ ഒരു 2-3 ബക്കറ്റ് വെള്ളത്തിൽ നല്ല പോലെ ഒലച്ചെടുക്കുമ്പോൾ അതിൻ്റെ സോപ്പ് പതയും പോവും. അത് കഴിഞ്ഞിട്ട് ഞാനും വെളിയിൽ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ ഒന്ന് വിരിച്ചിട്ട് അപ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ലോണം ഉണങ്ങി കിട്ടും. അപ്പോൾ ഇപ്പം മഴയൊന്നും ഇല്ലല്ലോ, അപ്പോഴത്തേക്ക് ചെറിയ വെയിൽ ഭയങ്കരമായിട്ട് വെയിലടിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് പന്നലായി പോകത്തില്ലേ. അത് കാരണം ഭയങ്കര വെയിലത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ പെട്ടെന്ന് പഴയതായി പോവും. അപ്പം നല്ല ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലിടുന്ന നൈറ്റിയൊക്കെ ആണെങ്കിൽ നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ ഇതാണെങ്കിലോ നമ്മൾ അങ്ങനെ ഉണക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മൾ വീടിന് അകത്തോട്ടും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്നും പുതിയതുപോലെ തന്നെ നമുക്ക് ടീഷർട്ടൊക്കെ അല്ലെങ്കിൽ ടീഷർട്ടൊക്കെ വലിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭംഗിയും കാണത്തില്ല.
അപ്പോൾ നമ്മളെല്ലാം നല്ലോണം ഒലച്ചൊലച്ച് അത് നല്ല നീറ്റാക്കി എടുത്തേ. ഇനി അടുത്ത എന്താ അറിയുമോ, ഒരു ചുരിദാറിൻ്റെ ഒരു ടോപ്പ്, ചുരിദാർ ടോപ്പുണ്ട്. അപ്പോൾ അത് നീലയല്ലേ, അപ്പോഴത്തേക്ക് ആ കളറ് അത് വാഷിംഗ് മെഷീനിൽ കഴുകാൻ പറ്റത്തില്ല. നല്ല പുതിയ ചുരിദാർ ടോപ്പാണ്. അപ്പോഴത്തേക്ക് നീല കളറായതുകൊണ്ട് എന്തായാലും കളർ ഇളകാനായിട്ട് നല്ല നീല കളർ, അപ്പോഴത്തേക്ക് കളർ ഇളകാൻ ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ കുറച്ച് ലിക്വിഡ്, അപ്പോൾ ആ ലിക്വിഡ് നല്ല പതയും ഉണ്ട്. അപ്പോൾ അത് വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. അപ്പോഴത്തേക്ക് നമ്മൾ ആ ചുരിദാർ ടോപ്പും കൂടെ അതിനകത്തോട്ട് നമ്മുടെ ലിക്വിഡിനകത്തോട്ട് മുക്കിയെടുത്ത് കുറച്ച് നേരം നമ്മൾ മുക്കി വെച്ചേ. ഇനി നെക്സ്റ്റ് എന്താ, ഞാൻ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒരു ബക്കറ്റ് വെള്ളത്തിൽ നമ്മൾ മുക്കി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ ബക്കറ്റിൽ നമ്മൾ നല്ലോണം ഒലച്ചൊലച്ച് അതിൻ്റെ പതയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ, എന്നാലും പത കാണുമല്ലോ, എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ബക്കറ്റിലോട്ട് മുക്കി വെച്ച്. പിന്നെ എന്താ പറയാമോ, നമ്മൾ അതിൻ്റെ നല്ല വശം അകത്ത് പോട്ടെ, പന്നവശം പുറത്തിരിക്കട്ടെ. അങ്ങനെ നമ്മൾ അകം പുറമാക്കി നമ്മൾ ഇടുവാണേ. അകം പുറമാക്കി നമ്മൾ ഇടുവാണ്. അപ്പോഴത്തേക്കല്ല അതിന് അകത്തുള്ള അഴുക, അപ്പം നമുക്ക് വെളിയിലൊക്കെ, അല്ലെങ്കിൽ നമ്മൾ നല്ല വശം വെയിലടിച്ച് ഫെയ്ഡായി പോകത്തില്ലേ. അപ്പോഴത്തേക്ക് നമ്മൾ രണ്ടാമത്തെ വെള്ളത്തിൽ ഒളിച്ചപ്പോൾ തന്നെ കണ്ടു നല്ലോണം പതിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ ആ ചുരിദാർ ടോപ്പില്ലേ, അതും കൂടെ നമുക്ക് 2 വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് എടുക്കാം. ഇനി ഒരു വെള്ളത്തിലും കൂടെ നമ്മൾ ഒലച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് നിങ്ങൾ ഇത്രയും പറഞ്ഞത് കാരണം നിങ്ങളുടെ ആഗ്രഹം, എന്തായാലും ആഗ്രഹം പറഞ്ഞാൽ അത് നടത്തണ്ടേ. അപ്പോഴത്തേക്കാണ് എന്തായാലും ആദ്യമായിട്ട് ഇങ്ങനെ ഇത്രയും, സാധാരണ ഞാൻ ദേഷ്യം വന്ന് ആണ് തുണി അലക്കാനൊക്കെ വരുന്നത്. തുണി അലക്കുമ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് തുണി അലക്കാനായിട്ട്. പക്ഷേ ഇന്ന് കണ്ടോ ഭയങ്കര സന്തോഷിച്ച് ചിരിച്ച് ഹാപ്പി ആയിട്ടാണ് തുണിയൊക്കെ അലക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ബേസിനിൽ ഒലച്ചെടുക്കാൻ വേണ്ടി ഒഴിച്ചേ. അപ്പോൾ നമ്മൾ 2-3 വെള്ളത്തോളം നമ്മൾ ഒലച്ചെടുത്ത് നല്ല വൃത്തിയായിട്ട് ഒലച്ചെടുത്ത് നമ്മൾ അതേപോലെ നമ്മുടെ ചുരിദാർ ടോപ്പ് നമ്മളെ വൈറ്റ് ടീഷർട്ടിൻ്റെ കൂടെ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് അതും കൂടെ നമ്മൾ അല്ലാതെ ഒലച്ചെടുക്കുവാണേ. 3 പാത്രം വെള്ളത്തിൽ നമ്മൾ നല്ല നീറ്റായിട്ട് ഒലച്ച് അതിൻ്റെ സോപ്പ് പത കളയുവാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒട്ടും വേസ്റ്റ് ആക്കിയിട്ടില്ല, നമ്മുടെ എടുത്ത ലിക്വിഡും ഒട്ടും വേസ്റ്റ് ആക്കിയിട്ടില്ല. നമ്മൾ നല്ലോണം കഴുകി എടുക്കുവാണ്. അപ്പോൾ നമ്മളങ്ങനെ 3 പാത്രം വെള്ളത്തിൽ നമ്മൾ തുണിയെല്ലാം ഒലച്ചൊലച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഞാനില്ലേ 1 ബക്കറ്റ് വെള്ളം കൂടെ എടുത്തുകൊണ്ട് വരുവാണ്. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് പത പോയി കിട്ടും. അപ്പോഴത്തേക്കും നമ്മൾ കംപ്ലീറ്റ് പതയും പോയിട്ട് നല്ല നീറ്റാവും. സോപ്പ് പത ഇരിക്കുവാണെങ്കിൽ നമ്മുടെ തുണി നല്ല വൃത്തിയൊന്നും ആവത്തില്ല, അഴുക്കൊക്കെ കാണത്തില്ലയോ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ നല്ലോണം ഒലച്ചെടുക്കുവാണ്. ഇനിയിപ്പം മതി. ഇപ്പം ഇത്രയും വെള്ളത്തിൽ നമ്മൾ ഒലച്ച് ആദ്യം നമ്മുടെ വൈറ്റ് ടീഷർട്ട് 3 എണ്ണം ഒലച്ചെടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കളർ ഇളകുന്ന ചുരിദാർ ടോപ്പും കൂടെ
എടുക്കുവാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് തുണി കഴുകുന്നത്. തുണി കഴുകുന്നത് എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് തുണി കഴുകുന്നത്. കാരണം അടുക്കളയിൽ നമ്മൾ മീൻവെട്ട് രാവിലെ മുതലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ചായ, കാപ്പി, ഉച്ചക്കലത്തെ ലഞ്ച്, മീൻവെട്ട്, മീൻകറി വെക്ക്, എല്ലാ ദിവസവും മീൻ വേണമല്ലോ. പിന്നെ തോരൻ അരിയുക, പിന്നെന്താ വീട് തൂപ്പ്, തുടപ്പ്, പിന്നെന്താ റീൽസ് ചെയ്യുക, വീഡിയോ എടുക്കുക, ലൈവ് വരിക. ലൈവ് വരുന്നത് ഇപ്പം തുടങ്ങിയ പരിപാടിയാണ്. ലൈവ് പണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഇപ്പോഴല്ലേ നമ്മൾ ലൈവൊക്കെ വരാനായിട്ട്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു മടിയും എനിക്ക് ഭയങ്കര ഒരു ചമ്മലുമാണ് അങ്ങനെയൊക്കെ വന്ന് ലൈവൊക്കെ വരാനായിട്ട്. അപ്പോഴത്തേക്ക് അപ്പോൾ ഇത്രയും പരിപാടികളൊക്കെ ഇല്ലേ, അപ്പോഴത്തേക്ക് തുണി നമ്മൾ പെട്ടെന്ന് കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ ഇടുക പതിവ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത്രയും ആവശ്യപ്പെട്ടത് പ്രകാരം ഞാൻ എന്തായാലും മടിയൊന്നും ഇല്ലാതെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു മനസ്സിനും തന്നെ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ അപ്പം എല്ലാവരും നല്ലോണം, എനിക്കറിയാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് എന്നും കൂടെ കാണും എന്ന് വിശ്വസിക്കുന്നു. എല്ലാ വീഡിയോയ്ക്കും തന്ന സപ്പോർട്ട് പോലെ ഈ വീഡിയോയ്ക്ക് നല്ലോണം എല്ലാവരും ലൈക്ക് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനോടും പറയണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഫുൾ വീഡിയോ എല്ലാവരും കാണണേ. എല്ലാവരും ഫുൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. കാരണം നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ 3 ടീഷർട്ട് നമ്മൾ ഒലച്ചു. ഇനി നമ്മുടെ കളർ ഇളകുന്ന ചുരിദാർ ടോപ്പും കൂടെ നമ്മൾ ഒലച്ചെടുക്കുവാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ ഫൈനലായിട്ട് ഒലച്ച് പിഴിഞ്ഞ് എടുക്കുവാണ്. ഇനിയിപ്പോൾ വിരിച്ചിട്ടാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ തുണി അലക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ജോലി കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചോറ് ഇരിപ്പുണ്ട്. ഇനി മീൻകറി വെക്കണം, മീൻ വെട്ടണം, പിന്നെന്താ പിന്നെ ഒരു തോരൻ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും തോരനും ശരിയാക്കണം. അപ്പോൾ എന്തായാലും പെട്ടെന്ന് നമ്മുടെ വീഡിയോ എന്തായാലും എടുക്കട്ടെ. വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബാക്കി ജോലിയും കൂടെ ചെയ്യാനായിട്ട്. എന്തായാലും നമ്മൾ തറ തുടയ്ക്കുന്ന പോലെ ഇതും നല്ലൊരു എക്സസൈസാണ്. എന്നെപ്പോലെ വണ്ണമുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് നല്ലോണം കുറയും. അപ്പോഴത്തേക്ക് എല്ലാ ദിവസവും 2-3 തുണി ഇതേപോലെ കഴുകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് നല്ലൊരു എക്സസൈസ് തരുന്ന ഒരു ജോലിയാണ് തറ തുടയ്ക്കുന്നത്, പിന്നെന്താ മുറ്റമടിക്കുന്നത്, പിന്നെന്താ ഇങ്ങനെ ഇതേപോലെ തുണി കഴുകുന്നത്. അപ്പോൾ നമ്മുടെ കൈക്കും കാലിനും നടുവിനുമൊക്കെ നല്ല ഒരു എക്സസൈസ് തരുന്ന ഒരു ജോലിയാണ്. അപ്പോഴത്തേക്ക് എന്തായാലും നമ്മളെല്ലാ തുണിയും കഴുകി അതേപോലെ വീഡിയോയും നമ്മൾ എടുത്തു. ഇനിയിപ്പം ഇത് സേവാക്കി അപ്ലോഡ്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി ജോലിയൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് സേവാക്കി ഇത് ഇന്ന് തന്നെ നമ്മൾ ഇത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കാനായിട്ട്. അപ്പോഴത്തേക്ക് എന്താ പറയുമോ, നമ്മുടെ റൂമെല്ലാം അപ്പോൾ ഇനിയിപ്പം ഏട്ടൻ വരുമ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ഏട്ടൻ വിചാരിക്കും ഇതെന്താ റൂമെല്ലാം വെള്ളം. എന്തായാലും പെട്ടെന്ന് തന്നെ തുടച്ച്, കാരണം തുടച്ചില്ലെങ്കിൽ എന്താ പറയാമോ ഇതിൽ പെട്ടെന്ന് തെന്നി അങ്ങ് വീഴും. ഞാനും തെന്നി വീഴും. അപ്പോഴത്തേക്ക് തെന്നി വീഴാൻ നടുപിടിച്ച് വീണ് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നടുപിടിച്ച് വീണ് കഴിഞ്ഞാൽ അവിടെ കിടക്കും, അത്ര തന്നെ. അപ്പോഴത്തേക്ക് എന്തായാലും നടുപിടിച്ച് വീഴാതെ നല്ല പെട്ടെന്ന് തന്നെ ഞാൻ തുടച്ച് റൂമെല്ലാം ക്ലീനാക്കി, വെള്ളമയം എല്ലാം നമ്മൾ തുടച്ച് നല്ല അടിപൊളിയാക്കി. അപ്പോൾ പിന്നെ ഇനിയിപ്പം വെള്ളം എന്ന് പറഞ്ഞാൽ ആരും വീഴത്തില്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ തറയും തുണിയലക്കും കഴിഞ്ഞു, നമ്മുടെ തറയും നല്ലതായിട്ട് തുടച്ച് നമ്മൾ അടിപൊളിയാക്കി. ഇനിയിപ്പം എനിക്ക് തുണി കൊണ്ട് വിരിച്ചിട്ടാൽ മതി. ഞാൻ തണലത്ത് കൊണ്ടുപോയി. ഇപ്പം മഴയൊന്നുമില്ലല്ലോ, അത് കാരണം തുണിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ
എല്ലാവരും വീഡിയോ ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സിനോടും പറയണേ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. അപ്പോൾ ശരി. അപ്പോൾ ഒരുപാട് സന്തോഷം എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയതിൽ. അപ്പോഴത്തേക്ക് എല്ലാവരും അപ്പം ഇനിയും നാളെ മറ്റൊരു ഇൻട്രസ്റ്റിങ് വീഡിയോ ആയിട്ട് പിന്നെ നമ്മളെന്നും ലൈവിൽ കാണാറുണ്ടല്ലോ, ലൈവിൽ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, നമ്മൾ ഒരുപാട് തമാശ പറയാറുണ്ട്, പാട്ട് പാടാറുണ്ട്, എല്ലാം നമ്മൾ ഒരുപാട് നേരം നമ്മൾ കൂടെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഇന്നും എല്ലാ ദിവസത്തെ പോലെ നമ്മൾ ലൈവിൽ വരും. പിന്നെ ഇനിയും നാളെ കഴിഞ്ഞിട്ട് മറ്റൊരു ഇൻട്രസ്റ്റിംഗ്, നിങ്ങൾ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ നാളെ കാണാം, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട്. പിന്നെ എല്ലാവരും ഇതേ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ. എല്ലാവരോടും എന്നും സ്നേഹം മാത്രം. ഇതേപോലെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. അപ്പോഴത്തേക്ക് ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ, ബൈ ബൈ. എല്ലാവരും ലൈക്ക് അടിക്കണേ. പിന്നെ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ.